സിജോ, അന്വേഷണം ഇപ്പോൾ ഏതെല്ലാം തരത്തിലാണ് നടക്കുന്നത്? മുമ്പ് സൗമ്യയുടെ ഗോവിന്ദച്ചാമിയുടെ കേസ് ഉണ്ടായിരുന്ന ഘട്ടത്തിലും വലിയ വൈകാരികമായ വിഷയത്തെ കേരളം ഏറ്റെടുത്തതാണ്. അതിനുശേഷം ഇങ്ങനെ ട്രെയിനിൽ ഒരു ആക്രമണം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതിക്രമം ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയാൽ ആ തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും അങ്ങനെ ഒരു സംഭവം ആവർത്തിക്കുന്നു. സ്ത്രീകൾക്ക് സുരക്ഷിതമായി ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ കൈവരുന്നു. സ്വാഭാവികമായും അതിനകത്ത് കുറെ കൂടി ഗൗരവതരത്തിലുള്ള അന്വേഷണം ഉണ്ടാകുമോ? ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന്റെ സ്വഭാവം എന്താണ്? ഈ പെൺകുട്ടി ശ്രീകുട്ടിയുടെ സുഹൃത്ത് നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വധശ്രമത്തിന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം തമ്പാനൂരുള്ള റെയിൽവേ പോലീസിന്റെ സ്റ്റേഷനിലാണ് എത്തിച്ചിരിക്കുന്നത്. രാത്രിയും വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് ഒരു 11 മണിയോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാരായിട്ടുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം ഇതിന്റെ മെഡിക്കൽ പരിശോധന റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുണ്ട്. മദ്യപിച്ചിരുന്ന അത്തരം റിപ്പോർട്ടുകളുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ശേഖരിച്ചതിന് ശേഷമാണ് ഇതുമായി അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇയാളൊരു സ്ഥിരം മദ്യപാനിയാണെന്നുള്ള സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. വീട്ടിൽ സ്ഥിരമായി ഇത്തരത്തിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്ന ആളാണെന്ന വിവരങ്ങൾ ഉൾപ്പെടെയും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത്തരം തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചതിന് ശേഷം, മൊഴികളും ശേഖരിച്ചതിന് ശേഷമായിരിക്കും ഇതിന്റെ അന്വേഷണമായി മുന്നോട്ട് പോവുക. എന്തായാലും വേറെ ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ ഈ അപകടം ഉണ്ടായതിനു ശേഷം നമ്മളേറെ ഞെട്ടിക്കുന്ന ഭയപ്പെടുത്തുന്ന കാര്യം പറഞ്ഞു, ഈ കുട്ടി വെന്റിലേറ്ററിലാണ്, ജീവൻ രക്ഷിക്കുന്നതിനുമായി വെന്റിലേറ്ററിലോട്ട് മാറ്റിയെന്നൊക്കെ ഒരു വിവരങ്ങളാണ് ആദ്യം പുറത്തു വന്നിരുന്നത്. എന്തായാലും രാത്രി വൈകി ഈ കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ICUവിലാണുള്ളത്. ആന്തരിക രക്തസ്രാവം ഉണ്ട് എന്നുള്ളത് കൊണ്ട് 48 മണിക്കൂർ നിരീക്ഷണം ആവശ്യമാണെന്നാണ് പറയുന്നത്. എന്തായാലും ആരോഗ്യനില മെച്ചപ്പെടുന്നു എന്ന് പറയുന്നത് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയായി പുറത്തു വരികയും ചെയ്യുന്നു. സിജോ, അത് ആശ്വാസകരമാണ്. അതിനപ്പുറത്തേക്ക് ഈ ഒരു സംഭവം ഉണ്ടായി, ഒരു അതിക്രമം ഉണ്ടായി, പെൺകുട്ടിയെ ട്രാക്കിന് പുറത്തേക്കാണ് തള്ളിയിട്ടത് എന്നൊക്കെ പറയുന്നു. പിന്നീട് അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടന്നിരുന്നു. ആ സംഭവം ഉണ്ടായതിന് ഉടനെ തന്നെ ഇയാളെ അവിടെ ഉണ്ടായിരുന്ന ആ ബോഗിയിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം കൂടി കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. ഉടൻ തന്നെ വർക്കല പോലീസിനെയും അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസിനെയും വിവരം അറിയിക്കുന്നു. എനിക്കറിയാവുന്ന വിവരം അനുസരിച്ച് പെൺകുട്ടിയെ അവിടെ നിർത്തിയതിനും ആ ട്രെയിൻ അവിടെ ചങ്ങല ഉപയോഗിച്ച് നിർത്തുന്നു. അതിനുശേഷം തൊട്ടടുത്ത് വന്ന ഒരു മെമു ട്രെയിനിലാണ് കയറ്റി കൊണ്ടുവരുന്നത്. ആദ്യം വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. പിന്നെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. എന്തായാലും ഇൻസിഡന്റ് ഉണ്ടായ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് വളരെ വേഗത്തിൽ തന്നെ നടപടി ഉണ്ടായി. ആശുപത്രിയിൽ എത്തിക്കുന്നതിനും ഒരു മെഡിക്കൽ ഒക്കെ സൗകര്യങ്ങളൊക്കെ നൽകുന്ന കാര്യത്തിലൊന്നും വീഴ്ചകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇങ്ങനെ അത്രയും ആളുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് വെച്ച് പോലും പെൺകുട്ടികൾ ഇത്തരത്തിൽ ട്രെയിനിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇനി ഒരിക്കലും സംഭവിക്കരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ളൊരു കാര്യം. ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സുരക്ഷ നൽകും എന്നുള്ളൊരു കാര്യമൊക്കെ പോലീസ് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അത് പല കാര്യങ്ങളിലും മാറ്റം വരുന്നുണ്ട് കേട്ടോ. നമ്മളത് അങ്ങനെ ഒട്ടും സംഭവിക്കില്ല എന്ന് നമ്മൾ പറയുന്നില്ല, പോലീസ് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ പരിമിതികളുണ്ട്. കാരണം ഒരു 1-2 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് പലപ്പോഴും ഈ ട്രെയിനുകളിലൊക്കെ ഇതിന്റെ സുരക്ഷയ്ക്കായിട്ടുള്ള ആവശ്യമുണ്ടാവുക. പക്ഷേ അപ്പോഴും ഈ പറയുന്ന അത് വളരെ ആളുകൾ കുറവാണ്. കൂടുതൽ ശ്രദ്ധയൊക്കെ വേണം എന്നുള്ളതാണ്. പക്ഷേ ഈ മദ്യപാനത്തിനൊക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇത്തരം ക്രൂര കുറ്റകൃത്യങ്ങളിലോട്ട് പോകുമ്പോഴത്തേക്കും അത് എത്രത്തോളം തടയാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.